ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാണ്ടക്കിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ EV വെഹിക്കിൾസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമേ ഗുണങ്ങൾ നോക്കാം. ഇപ്പം EV വെഹിക്കിളിന് പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ ആവശ്യം വരുന്നില്ല. രണ്ടാമത് പൊല്യൂഷൻ കുറവാണ്. മൂന്നാമത് ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറവാണ്. എന്ന് പറഞ്ഞാൽ പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളും കുറഞ്ഞത് 1 കിലോമീറ്റർ ഓടുമ്പോൾ എടുക്കുന്ന ഒരു ചിലവ് അത്ര ആകത്തില്ല നമുക്ക് EV വെഹിക്കിൾസിന് വരുമ്പോൾ. രണ്ടാമത് നമുക്ക് ഇതിൻ്റെ ദോഷങ്ങൾ പറയുമ്പോൾ ഇതിന് പ്രൈസ് കൂടുതലായിരിക്കും. പെട്രോൾ വാഹനങ്ങളും ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു കോസ്റ്റ് ആകുന്നുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ അത് കുറവാണ്. ഇപ്പോൾ ഹൈ റേഞ്ച് സൈഡിലായാൽ പോലും ലോക്കൽ ഏരിയസിലാണെങ്കിലും നിങ്ങൾക്ക് കാറൊന്ന് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇപ്പം നിലവിലില്ല, പക്ഷേ കാലക്രമേണ ഇതിനായി വരുന്നുണ്ട്. പിന്നെ മൂന്നാമത് നമ്മുടെ ഈ പെട്രോൾ വാഹനങ്ങളിലും ഡീസൽ വാഹനങ്ങളിലും പൊല്യൂഷൻ പുക വരുന്ന പോലെ ഇതിന് ഇലക്ട്രിക് വേസ്റ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ ഭൂമിക്ക് തന്നെ കേടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. EV വെഹിക്കിൾസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം.